പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. അർജുൻ, എന്താണ് രണ്ടുപേരും കൂടി പരിപാടി? ഒന്നുമില്ല ചേട്ടാ, ഞങ്ങൾ ജസ്റ്റ് കാഷ്വൽ ടോക്സ്. കാഷ്വൽ ടോക്സ് ഒക്കെ എനിക്ക് മനസ്സിലാവും. അഞ്ചു കാണണ്ട, അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇറക്ക. നിങ്ങൾ തമ്മിൽ എന്താന്ന് കണ്ടുപിടിക്കാൻ നടക്കാം അവള്. ഞങ്ങൾ തമ്മിലോ? ഞങ്ങൾ തമ്മിൽ എന്താ? ഞങ്ങൾ തമ്മിലൊന്നുമില്ലല്ലോ. പിന്നെ ഇല്ലാത്ത കാര്യം അഞ്ചേച്ചി കണ്ടുപിടിക്കുന്നത്? അല്ല, അപ്പം നിങ്ങൾ തമ്മിലൊന്നുമില്ലേ? ഇല്ല. ഞാൻ ത്രിവേണിയുടെ പുറകെ കുറെ നടന്നാണല്ലോ. ത്രിവേണിക്കാണെങ്കിൽ താല്പര്യമില്ലായിരുന്നു. പലതവണ ത്രിവേണിയോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഇറിറ്റേഷൻ ആണെന്ന്. ഒരു പെൺകുട്ടിക്ക് നമ്മൾ ശല്യമാണെങ്കിൽ അവളെ പുറകെ നടക്കാതെ ഒഴിഞ്ഞു മാറുന്നല്ലേ നല്ലത്. അതൊക്കെ ശരിയാണ്. അതെ, അതാണ് അതിൻ്റെ ശരി. ത്രിവേണി, എന്തു പറ്റി? ഒന്നുമില്ല ഏട്ടാ, ഞാൻ വെറുതെ നിന്നതാ. ഇന്നിപ്പോ കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. ഒരു പ്രശ്നമില്ല ഏട്ടാ. ആവണിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, വെറുതെ നിന്നതാ. എന്തു പറ്റി? ത്രിവേണി വിഷമിച്ചിരിക്കണം. കാര്യം ചോദിച്ചിട്ടാണെങ്കിൽ പറയണമില്ല. എന്താടി, എന്താ പറ്റിയേ? ഒന്നുമില്ല ചേച്ചി, ഞാൻ ഓക്കെയാണ്. ആവണി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങള് തമ്മിലോ? ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. എടാ പ്രകാശ, ഈ ത്രിവേണി ആരെങ്കിലും വഴക്കിട്ട് ഇവിടെ? എനിക്കറിയില്ല. ഇനി അഞ്ചു എങ്ങാനും? ഏയ് ഇല്ല ഏട്ടാ. എനിക്ക് തോന്നണതേ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നല്ലേ, അതിന്റെ ഷോക്കായിരിക്കും. ചേട്ടാ, എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തല്ലേ, അപ്പൊ അതിന്റെ ഒരു പേടി ഉള്ളിലുണ്ടാവും. അത് ശരിയാട്ടോ. ത്രിവേണി, നീ ഇപ്പൊ എന്തായാലും വീട്ടിലെത്തിയില്ലേ? വെറുതെ അതും ഇതും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, റെസ്റ്റ് എടുക്ക്. ഞങ്ങളെല്ലാരും നിന്റെ കൂടെ ഇല്ലേ? ആ, നമുക്ക് ത്രിവേണിയുടെ മൂഡ് മാറ്റാൻ വേണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ട്രിപ്പ് പോയാലാ? ഇപ്പൊ ട്രിപ്പ് പോയാൽ ശരിയാവില്ല. പിള്ളേർക്കൊക്കെ എക്സാം വരികയല്ലേ. പിന്നെ ഇവളുടെ ഈ മൂഡ് ഓഫ് ഒക്കെ ഞാൻ മാറ്റിക്കോളാം. നീ വന്നേടി, ഫുഡ് കഴിക്കാം. വാ. അതെ, ഒന്നിച്ചെല്ലാരും കൂടി ഇരുന്ന് ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും മൂഡ് ശരിയാവുമായിരിക്കും അല്ലേ? ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്നിച്ച് ഔട്ടിങ്ങിന് പോയായിരുന്നെങ്കിൽ അവളുടെ ടെൻഷനൊക്കെ മാറിയനെ. അത് പേട്ടത്തി മടക്കിയില്ല. നിനക്കിനി ചെണ്ടയും താലപ്പൊലിയൊക്കെ വേണം ഊണ് കഴിക്കാൻ വേണ്ടിട്ട്. കയറി പോടാത്ത്. കുഞ്ഞമ്മ പയറ് ദേവുമോളെ അത് ഇങ്ങോട്ട് വലിച്ചേ. ഞാൻ എടുത്തോളാം. നീ ഇരിക്ക്. വേണ്ട ചേച്ചി ഇരിക്കും, ഞാൻ വിളമ്പിത്തരാം. നീ ഇരിക്കടി.
അർജുൻ എന്താ ചേച്ചി? ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചില്ല. എന്നാ വാ ഇരിക്ക് വാ. പ്രകാശ പ്ലേറ്റ്. നാളെ എല്ലാവർക്കും എക്സാം ആണല്ലേ, എല്ലാം നമുക്കൊരു ട്രിപ്പ് പോയിരുന്നു. എക്സാം കഴിഞ്ഞിട്ടും പോവാലോ? ആ പോവാ, അത് മതി. കറി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചേച്ചി. സത്യം പറഞ്ഞ കറി കുറെ നാളെ ഞാൻ കഴിച്ചിട്ടു. വിചാരിച്ചുള്ളത് കഴിക്കണമെന്ന്. ശരി, സാമ്പാർ എടുക്ക. ചേട്ടൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആണല്ലോ. അല്ല പിന്നെ, മൈൻഡ് ഫ്രീ ആയി പിന്നെ എല്ലാവരും ഹാപ്പി ആവില്ലേ? ഇതോടെ പോന്ന് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട ചേച്ചി, ഒരു മൂടില്ല. വേണ്ടേ? അതെന്താ വേണ്ടാത്ത? ഇതെന്താ പതിവില്ലാതെ ഭക്ഷണം കഴിക്കാണ്ട് ഒരു പോക്ക്? ഭക്ഷണം വേണ്ടാത്തോണ്ടായിരിക്കും. നീ കുറച്ച് കറി വെച്ചേ. അർജുന, നീ ഫ്രീ ആണോ? ആ പ്രകാശ് ചേട്ടാ. നിന്റെ ഉദ്ദേശം എന്താ? ഒരു ഉദ്ദേശമില്ല, കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കണം. അതല്ല, പിന്നെ നീ എങ്ങനെയെങ്കിലും ത്രിവേണീനെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണമെന്ന് പറഞ്ഞു നടന്നവനല്ലേ? ഇപ്പം ആണെങ്കിൽ നീ ത്രിവേണീനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത് അവൾക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവൾ നല്ല മൂഡ് ഓഫ് ആണ്. അതവളുടെ കൂട്ടുകാരുടെ കല്യാണം കൂടാൻ പറ്റാത്തതിന്റെ വിഷമമാണ്. ഇപ്പം അവൾ വിഷമിച്ചിരിക്കുന്നത് കല്യാണം കൂടാൻ പറ്റാത്തതിൻ്റെ ഒന്നുമല്ല, നീ അവോയ്ഡ് ചെയ്യണതുകൊണ്ടാ. ഇതൊക്കെ മനസ്സിലാക്കാറില്ലേ ലോകവേറെ എനിക്കുണ്ട്. ചേട്ടാ, എനിക്ക് അർജന്റ് കോൾ വരുന്നുണ്ട്, ഞാൻ പോട്ടെ, ഞാൻ വരാം. എന്താടി? പ്രകാശ് ചേട്ടാ, ഈ പ്രായപൂർത്തിയായ പെൺകുട്ടിയൊക്കെ ഭക്ഷണത്തിനോട് ഇഷ്ടക്കേടും പിന്നെ കഴിക്കാൻ മൂടില്ലാത്തതൊക്കെ എപ്പോഴാ? വയറിറങ്ങുണ്ടായിരിക്കും. ആ പറഞ്ഞത് ശരിയാണേ. വയറ് നിറഞ്ഞിട്ടില്ല, പക്ഷെ ഉടനെ നിറയും. നീ എന്തൊക്കെ പിച്ചുമ്പോഴായി പറയണേ? ഒരു പിച്ചുമ്പേയും ഇല്ല. നിങ്ങൾ ആ ത്രിവേണിയുടെ മുഖം ശ്രദ്ധിച്ചില്ലേ? ഒരു വാട്ടില്ലേ അവളുടെ മുഖത്ത്? ഇടി, അത് അവൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ, അതിന്റെ ക്ഷീണായിരിക്കും. നിനക്ക് ഈ കിട്ടിയതൊന്നും പോരല്ലേ? ഞാൻ ഒരു കാര്യം പറയാം. നേരത്തെ കഴിച്ചോണ്ടിരുന്നപ്പേ നീ എന്താ പറയാമെന്നതെന്ന് എനിക്കറിയാം. വെറുതെ ഇനി ആവശ്യമില്ലാത്ത പറഞ്ഞ് ഏറ്റത്തിൻ്റെയും ത്രിവേണിയുടെയും വെറുതെ അടി വാങ്ങിച്ചു കൂട്ടരുത്. ഇതിൻ്റെ ഒരു അപേക്ഷയാണ്, പ്ലീസ്. പിന്നെ എന്നെ തലേ ഞാനും തിരിച്ചു വരും. ത്രിവേണി, എന്താ ചേച്ചി? നീ എന്ത് ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി. പിന്നെ ഒന്നുമില്ല, ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ വന്നിവിടെ ഇരിക്കുന്നത്? പ്രശ്നമൊന്നുമില്ല ചേച്ചി. ഞാൻ കുറച്ചു ദിവസേ വീട്ടിൽ പോയി നിന്നാലോ ഒന്ന് ആലോചിക്കുക. അതിനെന്താ, നീ പോയിട്ട് വാ. ഞാൻ അച്ഛനെ വിളിച്ചു വരാം നിന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ. ഏയ് അതൊന്നും വേണ്ട ചേച്ചി, ഞാൻ തനിയെ പോയിക്കോളാം. പോവാനോ? എവിടെ? അല്ല, പോകുന്നു എന്ന് പറഞ്ഞത് കേട്ടോണ്ടാ ചോദിച്ചേ. പറയാൻ പറ്റില്ലെങ്കിൽ പറയണ്ട. എടി, നീ ചെന്ന് എന്റെ അച്ഛനോട് പറ അവളെ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ ആക്കിയിട്ട് വരാൻ. അച്ഛൻ എവിടെ ആക്കണോന്ന് പറഞ്ഞാൽ ഞാനെന്ത് പറയും? എടി, അവളൊന്ന് വീട് വരെ പോയിട്ട് വരാനാ.
വീട് വരെയോ? എന്തിനാ വീട്ടിൽ പോന്നേ? കുഞ്ഞമ്മല്ലേ പറഞ്ഞേ അമ്മയ്ക്ക് കൂട്ടാണ്, സപ്പോർട്ടിന് വേണ്ടി ഇവിടെ നിൽക്കുന്നേന്നൊക്കെ. അപ്പൊ കുഞ്ഞമ്മയുടെ സപ്പോർട്ടൊക്കെ തീർന്ന? എനിക്കൊരു സപ്പോർട്ടിന്റെ ആവശ്യമില്ല. നിങ്ങൾ ചെന്ന് നിങ്ങളുടെ അച്ഛനോട് പറ അവളെ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ ആക്കാൻ. ശരി, നീ എന്നാ റെഡിയാവും. അങ്ങനെ നിന്നെ ബസ് കയറ്റി വിടും. അവിടെ ചെല്ലുമ്പോൾ നിന്നെ കൂട്ടാൻ വരാൻ ഞാൻ അച്ഛനോട് വിളിച്ച് പറഞ്ഞേക്കാം. ശരി ചേച്ചി. ചേട്ടാ, രാവിലെ വലിയ പഞ്ച് ഡയലോഗ് അടിച്ചത് വെറുതെ പോയല്ലോ. എന്ത് പഞ്ച് ഡയലോഗ്? ത്രിവേണി കുഞ്ഞമ്മ പുറകെ വരുന്നൊക്കെ. അതെ, ത്രിവേണി കുഞ്ഞമ്മ തിരിച്ചു പോവാ. എങ്ങോട്ട്? കുഞ്ഞമ്മ കുഞ്ഞമ്മയുടെ വീട്ടിക്ക് പോവാ. ഹേ, അങ്ങനെ ഒരിക്കലും വരില്ല. അവൾ ഇവിടുന്ന് എവിടെയും പോകാൻ പോകില്ല. നല്ല കോൺഫിഡൻസ്. കുഞ്ഞമ്മയില്ലേ ഡ്രസ് വയ്ക്കുക പോവാൻ വേണ്ടി. ഞാനല്ലേ പറയുന്ന, ത്രിവേണി എവിടേക്കും പോകില്ല. അച്ഛാ, ത്രിവേണി കുഞ്ഞമ്മ തിരിച്ച് വീട്ടിൽ പോവാ. ബസ് കയറ്റി ഇവിടെ അമ്മ പറഞ്ഞു. അറിയില്ല, കുഞ്ഞമ്മ പോവാന്ന് പറഞ്ഞു. വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാ ഇറങ്ങാൻ പറഞ്ഞോ, ഞാൻ കാറിൻ്റെ കീ എടുത്തിട്ട് വരാം. കാറിന്റെ കീ എടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഒന്നും നടക്കാൻ പോകണില്ല. ഇത് കിളി പോയത് തന്നെയാ. എടി കുഴപ്പമില്ലടി, നീ പോയിട്ട് വാ. ഇവിടെ എല്ലാരും ഇല്ല എന്നെ നോക്കാൻ. പിന്നെന്താ? കുഴപ്പമില്ല ചേച്ചി, ഞാൻ ചേച്ചി നോക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നേ. നീ ഇപ്പൊ എന്തായാലും പ്രസവം കഴിഞ്ഞിട്ട് പോവാം. ത്രിവേണി നീ പോയിട്ട് വാ, ഞാൻ പറയുന്നത് കേൾക്ക്. കുഞ്ഞമ്മ, അച്ഛൻ പറഞ്ഞു റെഡിയാവാൻ. നീ ആ എല്ലാത്തിനും കാരണം. അവള് പോകുന്നില്ലെന്നിപ്പോ. പോന്നില്ലേ? നീയല്ലേ അവളെ പറഞ്ഞു തിരിച്ചത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ നിൽക്കാൻ. അല്ല, അതും പറഞ്ഞല്ലേ കുഞ്ഞമ്മ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ആ, എന്നാ ഇപ്പൊ അവള് പോകുന്നില്ലെന്ന്. ആ ത്രിവേണി ഇറങ്ങാം. അച്ഛാ, പ്ലാൻ ക്യാൻസലായി. കുഞ്ഞമ്മ പോകുന്നില്ലെന്ന്. ഒരു കണക്കിന് അതാ നല്ലത്. ഇനിയിപ്പോ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് പോവാം. നല്ല തീരുമാനം. എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ആയി. അല്ല ഇപ്പൊ ഞാൻ എന്താ പറയാനാ? നല്ലൊരു അവസരം മിസ്സായി. ആ ത്രിവേണി അങ്ങോട്ട് പോയായിരുന്നെങ്കിൽ ആവണയായിട്ട് കുറച്ചും കൂടെ അടുക്കായിരുന്നു. ഇതല്ലായിരുന്നല്ലോ അച്ഛൻ നേരത്തെ പറഞ്ഞേ. എടാ, ഒരാള് പോണില്ല എന്ന് പറയുമ്പോ പോന്ന് പറയണത് മോശമല്ലേ? അതിന് അടുത്ത പ്രശ്നമാവും. ആ, ഇനി വേറെ വല്ല വഴി നോക്കാം. ശരി. ഇപ്പൊ എന്തായി? നിങ്ങളുടെ കുഞ്ഞു പോകുന്നില്ലല്ലോ. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ കുഞ്ഞമ്മയോട് നിൽക്കുന്നതേ അമ്മയെ കെയർ ചെയ്യാൻ വേണ്ടിയാ. അത് നിങ്ങളോട് പറഞ്ഞ റീസൺ, പക്ഷെ ശരിക്കുള്ള റീസൺ വേറെയാ. വെറുതെ തള്ളല്ലേ ചേട്ടാ. എന്തോ ഭാഗ്യത്തിന് കുഞ്ഞമ്മ പോവില്ല, അത്രേ ഉള്ളൂ. അതിന് ഇത്ര വലിയ ബിൽഡപ്പ് ഒന്നും വേണ്ട. ആയിക്കോട്ടെ, നീ വാടാ. കണ്ട, മൈൻഡ് പോലും ചെയ്യുന്നില്ല. കുഞ്ഞമ്മ ശരിക്കും എന്താ പോകാതിരുന്നത്? എന്താടി നിനക്കൊരു സംശയം? അല്ല, ചെറിയൊരു സംശയം. കുഞ്ഞമ്മ പറ. അതാ ചോദിച്ച എന്താന്ന്, നീ കാരണം പറ. അല്ല, കുഞ്ഞമ്മ പോകുന്ന കാര്യം ഞങ്ങൾ അർജുൻ ചേട്ടനോട് പറഞ്ഞായിരുന്നു.
എന്തിന്? വെറുതെ കുഞ്ഞമ്മ ബാക്കിയേക്ക്. അപ്പൊ അറിഞ്ചേട്ടൻ പറയുവാ കുഞ്ഞമ്മ പോവില്ലാന്ന്. ഞങ്ങള് കൊറേ കളിയാക്കി അറിഞ്ചേട്ടനെ, പക്ഷെ കുഞ്ഞമ്മ പോയില്ല. വൈ? എന്തോന്ന് വൈ? അതാ ചോദിച്ചേ, വൈ എന്തുകൊണ്ട് കുഞ്ഞമ്മ പോയില്ല? ഞാൻ പോകില്ല എന്ന് പറഞ്ഞ അർജുനേട്ടൻ ഞാൻ പോവാത്തതിന്റെ കാരണം പറഞ്ഞില്ലേ? ഇല്ല, അതാണ് കൺഫ്യൂഷൻ. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? കുഞ്ഞമ്മ തെളിച്ചു പറ. ഞാൻ തെളിച്ച് പറയാം. ചേച്ചി അവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. വിളിക്കാട്ടാ ചേച്ചി. അല്ല, അമ്മ എന്തിനാ വിളിക്കുന്നേ? അമ്മോട് ജോലി ചെയ്തോട്ടെ, വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാ? കുഞ്ഞമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ പറയണ്ട, അല്ലേടാ ബി? ആ അതെ ചേച്ചി. ഓ ചേച്ചി, നമുക്ക് പോവാ. കുഞ്ഞമ്മ അവിടെ നിന്നോ. ഒന്ന് നിന്നേ. നിങ്ങളുടെ അർജുനേട്ടൻ എന്തേ? ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ സിറ്റോട്ടി ഉണ്ടായിരുന്നു. ഇനി അവിടുന്ന് എവിടെയെങ്കിലും പോയോ എന്തോ. കുഞ്ഞമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ഞാൻ നേരിട്ട് പറഞ്ഞോളാം. കൊളായോ ചേച്ചി? കൊള്ളായെന്നാ തോന്നുന്നേ. നമ്മളൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. ഓക്കെ ഓക്കെ. ഡോ, എന്താ ത്രിവേണി? നീ എന്തിനാടാ എന്നോട് ഇത്ര ഷോ കാണിക്കുന്നേ? ഷോയാ? എന്ത് ഷോ? ദേ ഒരെണ്ണം തന്നാണ്ടല്ലോ. നീ എന്നെ ഇഷ്ടാന്ന് പറഞ്ഞ എന്റെ പുറകെ കടന്നല്ലേ? നീ താല്പര്യം നീ പറയുകയും ചെയ്തല്ലോ, പിന്നെന്താ? എന്നിട്ടാണോ നീ എന്റെ പുറകെ വന്നതും ഭാര്യ ഭർത്താക്കന്മാരാന്ന് പറഞ്ഞ ഒരുമിച്ച് താമസിച്ചതൊക്കെ? അത് ത്രിവേണി സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്തല്ലേ. ഭയങ്കര വലിയ ഹെൽപ്പായി പോയി. അതിപ്പോ ത്രിവേണിയുടെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ നിനക്ക് എന്റെ അടുത്ത് ഒരു ഫീലിങ്സും ഇല്ല? ഇല്ല. നീ എന്റെ പുറകെ നടന്ന് എന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഇപ്പൊ ഞാൻ നിന്റെ പുറകെ നടക്കണോ? എന്തേ? ഇത് ഞാൻ പ്രകാശ് ഏട്ടനോട് പറഞ്ഞ ഡയലോഗല്ലേ? ഓ അത് ശരി. അപ്പൊ എല്ലാം അറിയാലേ? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പം പ്രകാശ് ചേട്ടൻ എന്നോട് എല്ലാം പറഞ്ഞു. എന്ത് പറഞ്ഞു? ത്രിവേണി, എന്താ പ്രകാശ് ചേട്ടാ? ത്രിവേണി വിഷമിച്ചിരിക്കണത് ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലാവും. എനിക്കൊരു പ്രശ്നമില്ല ഏട്ടാ. എനിക്കറിയാം ത്രിവേണി. ഞാനിപ്പോൾ പറയാൻ വന്നതേ, അർജുൻ ഇപ്പോൾ കാണിക്കാൻ മൊത്തം ഷോയാ, വെറും ഷോ മാത്രം. അവൻ തന്നെ ഇത് എന്നോട് വന്ന് പറഞ്ഞതാ. 2 ദിവസം കഴിയുമ്പോൾ അവൻ തന്നെ പിന്നാലെ വരും. ആ കള്ളമുട്ട എല്ലാം പറഞ്ഞല്ലേ. അത് പിന്നെ ത്രിവേണി ഞാൻ വെറുതെ. നിനക്ക് പറയാനുള്ളത് പറയേ. നിനക്ക് എന്നെ ഇഷ്ടല്ലേ? ഒന്നിച്ചൊരു റൂമിലുണ്ടായിരുന്നപ്പോഴും എനിക്ക് പരിക്ക് വെച്ച് നീ എന്നെ കെയർ ചെയ്തപ്പോഴും ഒരുമിച്ച് ബൈക്കിൽ വന്നപ്പോഴും നിനക്ക് എന്നോട് ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടില്ലേ? പറയടാ, എന്റെ മുഖത്ത് നോക്കി പറ. നിനക്ക് എന്നെ ഇഷ്ടല്ലേ? വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്ക് പറയാനുള്ളത് നീ കേട്ടാ മതി. എനിക്ക് നിന്നെ ഇഷ്ടാ. നീ എന്നെ ഇഷ്ടമെന്ന് പറയുന്ന മൊമെന്റിൽ ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടതാണെന്നറിയോ? നക്ഷത്രങ്ങൾ, നിലാവ്, ചന്ദ്രൻ, വെളിച്ചം. ഇതിപ്പോ ഒരുമാതിരി യാതൊരു ഫീലിങ്സ് ഇല്ലാതെ പറയുന്ന പോലെയായില്ലേ? അയ്യേ. എന്തോന്നയ്യേ? കുറച്ചുകൂടെ ഫീലായിട്ട് പറ. ഇഷ്ടാണ്. ഒന്നുകൂടെ പറ. ഇഷ്ടാണ്. ഒന്നുകൂടെ.
ഇഷ്ടമാണ്. എന്നോരമവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി കൺചിമ്മാതെ നിറം മങ്ങാതെ